എല്ലാവർക്കും നമസ്കാരം. സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള പനീർ ഭുജിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് കസൂരി മെത്തിയും പിന്നെ കുറച്ച് 1.5 ടേബിൾ സ്പൂണോളം കടലമാവും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായിട്ടുള്ള കടലമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുക. തൈര് ചേർത്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കടലമാവ് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ചേർക്കുക. സവാള മൂത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ 2 ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിനെ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർന്ന് അതിൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവും. ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി എന്നിവ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ കടലമാവിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഒന്ന് കനം കുറയ്ക്കാൻ വേണ്ടി നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പനീർ, മല്ലിയില, അതുപോലെ ചാട്ട് മസാല, ഓനിയൻ എന്നിവയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ ഹോട്ട് വാട്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ക്രീം ആഡ് ചെയ്യാം. ഈ റെസിപ്പി ചപ്പാത്തിക്ക് മാത്രമല്ല ബ്രെഡിനും നല്ല ടേസ്റ്റാണ്. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.